ഇന്ന് എൻ്റെ ബാക്കിൽ കാണുന്ന നമ്മുടെ ട്രിവാൻഡ്രത്തെ പുതിയ ഓവർബ്രിഡ്ജ്. ഈ ഓവർബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാന മന്ദിരമുണ്ട് ട്രിവാൻഡ്രത്തിന്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ്. നമ്മുടെ ഇവിടെ നിന്ന് നേരെ നന്ദാവനത്തോട്ട് പോകുന്ന റൂട്ടിൽ തൊട്ട് വലതുവശത്തായിട്ട് തന്നെ നമുക്ക് DCC കാണാം. ആ DCCയുടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഇന്ന് കയറി അർമാദിക്കാൻ പോകുന്ന നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇതാണ് വർണ്ണം റെസ്റ്റോറൻറ്റ്. മെയിനായിട്ട് സീ ഫുഡ്സ് ആണ്. അത് കൂടാണ്ട് തന്നെ ഇവർക്ക് എന്താ പറയുക, ശരിക്കും കാറ്ററിംഗ് ആണ്. അതും ISO സർട്ടിഫിക്കേഷനുള്ള കാറ്ററിംഗ് ആണ്. നല്ല നാടൻ സീ ഫുഡും ബാക്കി എല്ലാം കൂടി ചേർന്ന കാറ്ററിംഗ് ആണ്. നമുക്ക് എന്തായാലും ഉള്ളോട്ട് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. ഇതാണ് ജോയിച്ചേട്ടൻ്റെയാണ് നമ്മുടെ വർണ്ണം സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. ജോയിച്ചേട്ടാ, എത്ര ആളെ നമ്മൾ ഇത് തുടങ്ങിയിട്ട്? നമ്മളിത് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് 7 വർഷമായി. 7 വർഷമായി. കാറ്ററിംഗ് തുടങ്ങിയിട്ട് 17 വർഷമായി. 17 വർഷം. അപ്പോൾ ശരിക്കും കാറ്ററിംഗ് ആണ് തുടക്കം. അപ്പോൾ എന്തൊക്കെ വിഭവങ്ങൾ നമ്മൾ കാറ്ററിംഗ് ഒക്കെ മെയിനായിട്ട്? എല്ലാ ഐറ്റം വെജ് നോൺ വെജ് സീ ഫുഡ്സ് മാത്രമല്ല, ബാക്കി എല്ലാം ഉണ്ടല്ലോ. റെസ്റ്റോറൻറ്റിലെ മെയിൻ സീ ഫുഡാണ്. എന്തുകൊണ്ട് നമ്മൾ ശരിക്കും ഒരു സീ ഫുഡ് എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങിയത്? സീ ഫുഡിനാണ് ആവശ്യക്കാരെ കൂടുതൽ. പിന്നെ ഇതൊരു ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് ഇത് പ്രത്യേകത വേണമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഞാൻ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ച് കയറി വരുമ്പോൾ തന്നെ ജ്യൂസ് സെന്റർ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇരുന്ന് കഴിക്കാൻ, ഭക്ഷണത്തിന് വേണ്ടി ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം, നോൺ AC ഇല്ല, AC നോൺ AC ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പാർസൽ കൗണ്ടറും ഉണ്ട്. എന്തുകൊണ്ട് നമ്മൾ സീ ഫുഡ് മാത്രമായിട്ട് ഇവിടെ കൊടുക്കുന്നത്? ബാക്കി എല്ലാം കൂടി ബാക്കി നമ്മുടെ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. സീ ഫുഡ് ഐറ്റം നമുക്ക് ശരിയാണ് ഒരു വിധത്തിലും എല്ലായിടത്തും കിട്ടുന്നിടത്തേ നമുക്ക് സീ ഫുഡ് കിട്ടാറുള്ളൂ. പരമാവധി ഇത് കുറവാണ് എല്ലായിടത്തും. നിങ്ങൾ മെയിനായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നുണ്ട്? മെയിനായിട്ട് ആവോലി, പ്രോൺസ് ഒക്കെ അല്ലേ? നെയ്മീൻ. ഇവിടെ ശരിക്കും ഇത് പാർസൽ കൗണ്ടർ തന്നെയാണ്. അവിടെ വന്നിരുന്ന് കഴിക്കാം. അത് അതില്ലാത്തവർക്ക് പോകുന്നവർക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. അങ്ങനെയല്ല. ഇത് ശരിക്കും ചേട്ടനായിട്ട് തുടങ്ങിയതാണോ നമ്മുടെ ഇത് കാറ്ററിംഗ്? അപ്പോൾ എന്നാണ് നമുക്ക് ഈ ISO സർട്ടിഫിക്കേഷൻ കിട്ടിയത്? ISO കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 4 മാസമേ ആവുള്ളൂ. 4 മാസമേ. കേറ്ററിങ്ങിനുള്ള സർട്ടിഫിക്കറ്റ്. കേറ്ററിങ്ങുള്ള ISO സർട്ടിഫിക്കേഷൻ കിട്ടിയതാണ് നമുക്ക്. പിന്നെ ഇവിടെ ചിക്കൻ ബെരട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രൈ ചില്ലി, മസാല റോസ്റ്റ്, കൊത്തു പൊറോട്ട, കപ്പ ബിരിയാണി, ഇങ്ങനെ കുറേ. ഇത് കൂടാണ്ട് നമ്മുടെ ഫിഷ് ആണ്. ഇത് പാർസൽ കൗണ്ടറിലേക്കുള്ളതാണല്ലോ. ഇത് പാർസൽ കൗണ്ടറിലേക്കുള്ളതാണ്. ബാക്കി അവിടുത്തെ മൊത്തം സീ ഫുഡ് ഐറ്റംസ് ആണ്. നമുക്ക് എന്തായാലും കിച്ചണിലോട്ട് കടന്ന് ബാക്കി സംഭവങ്ങളൊക്കെ കിച്ചണിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ലൈവ് കിച്ചൺ. നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് വേണോ ചെയ്തെടുക്കാം. നമ്മുടെ പാഴ്സൽ കൗണ്ടർ ഇല്ലേ, അവിടെ തന്നെ ഉള്ള നമ്മുടെ ലൈവ് കിച്ചൺ ആണ്. ഇവിടെ നോക്കി നമുക്ക് ഇവിടെ കുറേ മീനൊക്കെ പൊരിച്ചിട്ടിട്ടുണ്ട്. മീനുണ്ട്, ചിക്കനുണ്ട്. അതെ, പറഞ്ഞപ്പോൾ തന്നെ ഇത് കോരി. ഇത് മീനല്ലേ? ഇത് മീനാണ്. മീൻ പൊരിച്ചിട്ടേക്കനാണ്. ശരിക്കും എന്താ പറയുക, നോക്കി കണ്ട് വാങ്ങിച്ച് നമുക്ക് എന്താ പറയുക, നമുക്ക് കണ്ട് തന്നെ എല്ലാം അറിയാൻ പറ്റും. ലൈവായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ തന്നെ ഇട്ട് ശരിക്കും ഫ്രൈ ചെയ്ത് തരും. ഇത് എന്തൊക്കെയായിട്ട് ഇവിടെ ചെയ്യുന്ന മെയിനായിട്ട്? നമ്മൾ പ്രോൺസ് ഉണ്ട്, നെയ്മീൻ, ആവോലി, കരിമീൻ പൊള്ളിച്ചത്. ഇപ്പോൾ ഇവിടെ ഊണ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഊണിൻ്റെ അല്ലേ? ഊണിൻ്റെ പാർസൽ. നല്ല ഉച്ച സമയം, നല്ല ഭക്ഷണം കിട്ടുന്നതിൻ്റെ ആ ഒരു സമയമാണ്. അപ്പോൾ ഊണിൻ്റെ ആ സമയത്തിൻ്റെ ഇതാണ്. ഇവിടെയൊക്കെ ഓരോരോ കറികളുടെ കപ്പയുണ്ട്, കണവ റോസ്റ്റ്, ബീഫ് ഫ്രൈ, ഇത് ചിക്കൻ കറി, അത് ഫിഷ് കറി, ഗ്രേവിയാണ്. പൊറോട്ട അടിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തേന് നമ്മളിവിടെ ഒരു ചേട്ടൻ നിന്ന് ടച്ചിൽ നിന്ന് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ചൂടോടെ പൊറോട്ട ഇങ്ങനെ ഉണ്ടാക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു. ആ ഒരു രീതി തന്നെ അല്ലേ? നോക്കി ഒരു രക്ഷയില്ല. ഇവിടെ തന്നെ ഇങ്ങനെ ഒരു കൈവിട്ട് വാരി കഴിക്കാൻ തോന്നുന്നത്. ചെമ്മീനുണ്ട്, നല്ല ചാളയുണ്ട്, മത്തിയുണ്ട്, കൊഴിയാളുണ്ട്, ചെറിയ മീനെല്ലാം, ചെറിയ ചാള, ചിക്കൻ. ഒരു രക്ഷയില്ല. കൗണ്ടറിൽ നിന്ന് ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ കൈയിട്ട് വാരി എടുത്തിട്ട് പോകും. നമുക്ക് എന്തായാലും ഇന്നത്തെ ബാക്കി പ്രിപ്പറേഷനിലോട്ട് കിടക്കാമല്ലോ. എന്തായാലും അങ്ങോട്ട് പോകും. ഇങ്ങനെ കുക്കിംഗ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സൂപ്പർവൈസറാണ് തോമസ് കുമളി, കോട്ടയം കുമളിയിലുള്ള. അപ്പോൾ ഇന്ന് തോമസേട്ടനാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നതല്ലേ? അപ്പോൾ തോമസേട്ടാ, ഇന്ന് എന്താണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്? കണവ റോസ്റ്റ്. അപ്പോൾ ഇന്ന് പ്രോൺസ് മസാലയും കണവ റോസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ജോയിച്ചേട്ടന് അവിടെ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ജോയിച്ചേട്ടൻ ഉണ്ടാവില്ല. അപ്പോൾ ജോയിച്ചേട്ടാ, ഇത് ഉണ്ടാക്കിയുണ്ട്, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കെ.
ജോയിച്ചേട്ടൻ തിരക്ക് കാരണം ഓഫീസിലേക്ക് പോയേക്കാണ്. നമ്മുടെ ഇന്ന് തോമസ് തന്നെ നമുക്ക് ഇന്ന് എല്ലാം ഉണ്ടാക്കി തരുന്നത്. തോമസ് ചേട്ടൻ ഇവിടുത്തെ കുക്ക് മാത്രമായിട്ടല്ല, ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്. നമ്മുടെ സൂപ്പർവൈസറും കൂടെയാണ്, നമ്മുടെ കാറ്ററിങ്ങിൻ്റെയും ഈ ഹോട്ടലിൻ്റെയും എല്ലാത്തിൻ്റെയും സൂപ്പർവൈസറും കൂടെ ആണല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്? ആദ്യം ഉദ്ദേശിക്കുന്നത് പ്രോൺസ് മസാലയാണ് ഉദ്ദേശിക്കുന്നത്. പ്രോൺസ് മസാല അപ്പം ഇന്ന് ആദ്യമായിട്ട് ഉണ്ടാകും. നമുക്ക് തുടങ്ങാം. ആദ്യം സ്റ്റവ് കത്തിച്ചു. അത് വേണമല്ലോ, കത്തിക്കാൻ പറ്റില്ലല്ലോ. നല്ല മഴയുണ്ട്. അല്പം ഓയിൽ കിടക്കുന്നു. ഓയിലല്ലേ? കോക്കനട്ട് ഓയിലാണ്. നല്ല വെളിച്ചെണ്ണ തന്നെ, വെളിച്ചെണ്ണയാണ്, ശുദ്ധമായ വെളിച്ചെണ്ണ. ശരിക്കും എന്താ പറയുക, പുറകിലൊക്കെ നിറച്ച് വർക്ക് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സീ ഫുഡ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. സീ ഫുഡ്സ് മാത്രമല്ല, സീ ഫുഡ്സ് ആണ് സ്പെഷ്യാലിറ്റി ഫുഡ്. അതാണ് കൂടുതലുള്ളത്. ബാക്കി എല്ലാം കൊടുക്കുന്നുണ്ട് ഇവിടെ, ഒന്നിനൊരു കുറവില്ല, എല്ലാം കിട്ടും നമുക്ക് ഇവിടെ അല്ലേ? എല്ലാ ഐറ്റം ഫുഡും. ശരിക്കും ഇതിപ്പോൾ എങ്ങനെ മാനേജ് ചെയ്ത് തോന്നും? നമ്മുടെ ഹോട്ടലും കാറ്ററിംഗ് കൂടി രണ്ടും കൂടി ഇവിടെയാണോ ചെയ്യുന്നത്? നമുക്ക് നോർമലി നമുക്ക് കാറ്ററിങ്ങിന് വേണ്ടി ഒരു സെപ്പറേറ്റ് കിച്ചൺ ഉണ്ട്. സെപ്പറേറ്റ് കിച്ചൺ അത് കാറ്ററിംഗ് സ്പെഷ്യാലിറ്റി കിച്ചണാണ്. അതുപോലെ വൺ മോർ തിങ്, അത് നമ്മുടെ കാറ്ററിംഗിൽ നിന്ന് ISO സർട്ടിഫൈഡ് ആണ്. അത് ഞാൻ അറിഞ്ഞായിരുന്നു, ISO സർട്ടിഫിക്കേഷൻ ഉള്ളതാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് എവിടെയാണ് നമ്മുടെ കാറ്ററിംഗിന്റെ കിച്ചൺ? എവിടെയാണ് കാറ്ററിംഗിന്റെ? നമ്മുടെ ഇതേ സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ്. ഇതിന്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ ഇതിന്റെ അപ്പുറത്ത് വേറെ വലുതായിട്ടുള്ള നല്ലൊരു വലിയ കിച്ചൺ ഉണ്ട്. അവിടെയാണ് കാറ്ററിംഗിന്റെ കിച്ചൺ. ഇത് നമ്മൾ ഹോട്ടലിലേക്കുള്ള ഉള്ളത് അല്ലേ? ഇത് ഹോട്ടലിലേക്ക് വേണ്ടിയുള്ള കിച്ചണാണ് ഇത്. അല്പം കടുക് കൂടുതൽ ഉപയോഗിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. കാരണം കടുക് അധികം ഉപയോഗിക്കുന്നില്ല എന്നാണ് ഏട്ടൻ പറയുന്നത്. കടുക് മീഡിയം, കുറച്ച് ആവശ്യത്തിന്. വെളുത്തുള്ളിയും അല്പം വെളുത്തുള്ളി ചതച്ചത് എനിക്ക് കിട്ടി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് സെപ്പറേറ്റ് ആയിട്ട് ചതച്ചതാണ്. അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക്. അവിടെ എണ്ണ നോക്കി നല്ല കുറേ കാലുകൾ, ചിക്കൻ്റെ കാലിലെ കറിയൊക്കെ ഉണ്ട്, നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം ഉള്ളി സവോള കൊത്തി അരിഞ്ഞ് ഫൈൻ ചോപ്പ് സവോളയാണ്. എത്ര നല്ല രീതിയിൽ നന്നായിട്ട് കൊത്തിയരിഞ്ഞ കുഞ്ഞാന്ന് പറഞ്ഞ അരിഞ്ഞതാണ് സവോള. നമ്മൾ ഓൾറെഡി നേരത്തെ ഇട്ട വെളുത്തുള്ളിയൊക്കെ ബ്രൗണിഷ് കളർ അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ഇതും ഒരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആവണത്. അത് ജസ്റ്റ് ഒന്ന് കുക്കിംഗ് ടൈമിൽ അതിൽ പച്ചപ്പൊക്കെ മാറി അതിലല്പം കറുവാപ്പട്ട കറുവപ്പട്ടൊക്കെ ഇടുന്നുണ്ട്. കറുവാപ്പട്ട നമ്മൾ അത് എന്തിലാണ് ഫ്രഷ് കറുവാപ്പട്ടയുടെ ഫ്ലേവർ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുള്ളൂ. ഏലക്ക ഇട്ടു. അത് ഗരം മസാല പൊടി പിന്നീട് ചേർക്കുന്നുണ്ട്, എങ്കിലും നമ്മൾ ഒരു മെമ്പറായിട്ട് ഇത് ഇടുന്നുണ്ട് ആദ്യമേ തന്നെ അല്ലേ? ബട്ട് മറ്റേ ശരിക്കും ഫ്ലേവർ അങ്ങ് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടൻ ഇപ്പോൾ ഇവിടെ എത്ര വർഷമായി ശരിക്കും? ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 2 വർഷം ആവുന്നേ ഉള്ളൂ. 2 വർഷം ആവുന്നുള്ളൂ. ഞാൻ പുറത്തായിരുന്നു, മറ്റു ഹോട്ടലിൽ. ഇനി അത് നമ്മൾ ഇതും നന്നായിട്ട് തന്നെ കൊത്തിയരിഞ്ഞ സവോളയാണ്. സവോളയല്ല, നമ്മുടെ തക്കാളി. അല്പം കറിവേപ്പില കിടക്കാം. കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. പച്ചമുളകിൻ്റെ ഇത് നേരത്തെ ചേർത്താൽ പച്ചമുളകിൻ്റെ ഒരു ഫ്രഷ്നെസ് ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേണമല്ല. സാധാരണ നമ്മൾ പച്ചമുളക് ആയാലും കറിവേപ്പില എല്ലായാലും ആ എണ്ണയിൽ തന്നെ ഇട്ട് ചേർക്കും. അപ്പൊ അതിന്റെ പച്ചപ്പ് മാറും. പക്ഷെ ഈ ഒരു സംഭവത്തിന് നമ്മുടെ ഈ ചെമ്മീൻ പച്ചപ്പ് വേണം എന്നാണ് ചേട്ടൻ പറയുന്നത്. തോന്നേട്ടൻ പറയുന്നത് ഒരു പച്ചപ്പോടെ വേണം നമുക്ക്. ആ പച്ചമുളകിന്റെ ആ രുചി എല്ലാം കൂടി ഒന്ന് വേണം. ഏകദേശം ഇത് എത്ര നേരം പിടിക്കും ചേട്ടാ? ഒരു അറൗണ്ട് 3 മിനിറ്റ്സിൽ മസാല നമുക്ക് അടുത്ത പൊടികൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 3 മിനിറ്റിന് ശേഷം 3 മിനിറ്റ് ശേഷം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇതൊരു 3 മിനിറ്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഇതൊക്കെ ആയതിനു ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള മസാലയൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ പറയുക, ഒരു പദം വന്ന രീതിയിലായിട്ടുണ്ട്. തക്കാളിയുടെ ആ ഒരു ചെറിയൊരു ശരിക്കും കിട്ടുന്നുണ്ട്. തക്കാളി, ഇഞ്ചിയുടെ അതിലിട്ട സ്പൈസസിൻ്റെ അടുത്ത മസാലകൾ ആഡ് ചെയ്യാൻ പോകും. നമുക്ക് അടുത്ത മസാല ആഡ് ചെയ്യാൻ പോകും. ഈ ഒരു സംഭവം കണ്ടാ നമ്മുടെ വർണ്ണം കോക്ടെയിൽ, സീ ഫുഡ് കോക്ടെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും അത് പ്രോൺസ്, ഓയിസ്റ്റർ, പിന്നെ എന്തോന്നൊക്കെ ആയിരുന്നു ചേട്ടാ? പ്രോൺസ് ഉണ്ട്, ഓയിസ്റ്റർ ഉണ്ട്, കണവ, കൂന്തൽ, സ്ക്വിഡ്. കണവ എന്ന് പറയും ചിലടത്ത്, നമ്മുടെ അവിടെ കൂന്തൽ എന്ന് പറയും, പലതും പറയും. സ്ക്വിഡ് എന്നും പറയും, ഇംഗ്ലീഷ് വേണം സ്ക്വിഡ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലൊരു ബിരിയാണി. അത് എഴുതി വെച്ചിട്ടുള്ളപ്പോൾ എനിക്ക് ആ കൺട്രോളാണ്. ഞാൻ ചോദിക്കുന്നു വിചാരിച്ചിരിക്കുകയാണ്. അത് ഇതുപോലത്തെ മേളകൾ ഇനിയും നടത്തിക്കൊണ്ടിരിക്കുമോ? ഇനിയും മേളകൾ ഇനി അടുത്ത് നമ്മളിപ്പം ദോശമേള നടത്താൻ അപ്പം ഞാനിതിലേക്ക് അല്പം മല്ലിപ്പൊടി ആഡ് ചെയ്യണം. സംസാരിച്ച് ഇത് മൊത്തം മറന്നു. അപ്പോൾ ഇതുപോലത്തെ മേളകൾ ഇനിയും സംഘടിപ്പിക്കരുത്. ഇനി അടുത്ത ബിരിയാണി മേള എപ്പോഴാണ്? അടുത്ത ബിരിയാണി വേള ഓണമൊക്കെ കഴിയട്ടെ. ഓണം കഴിഞ്ഞോ? ഓണത്തിന് നമ്മുടെ സദ്യ, പായസം, സദ്യ, ഇങ്ങനത്തെ നമ്മുടെ ആ ഒരു രുചികളാണ്.
ഇത് കഴിഞ്ഞിട്ട് ഡിസംബറോടൊക്കെ ആകുമ്പോഴത്തേക്ക് അപ്പോൾ മുളക് പൊടി ചേർത്തു, ഇപ്പോഴത്തെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചേർത്തു, നമ്മൾ മല്ലിപ്പൊടി ചേർത്തു, മുളക് പൊടി ചേർത്തു, മഞ്ഞപ്പൊടി ചേർത്തു. ഇനി അല്പം ഗരം മസാല പൊടി, ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. അല്പം വീണ്ടും ലേശം ഉപ്പല്ലേ, മസാല ഒന്ന് പരിപാടി മാത്രം. അല്പം വെള്ളം ചേർക്കണം. സ്വല്പം വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം എത്ര മിനിറ്റ് ഇവിടെ പിടിക്കും ചേട്ടാ? പ്രോൺസ് വെക്കാനാ ഈ പ്രോസസ്സ് ഒരു 2 മിനിറ്റ്സും കൂടെ സെയിം പ്രോസസ്സ്. പിന്നീട് അതിലേക്ക് പ്രോൺസ് ആഡ് ചെയ്തു. ഇനിയും ചെമ്മീൻ ചട്ടിയിലേക്ക് ചാടാൻ 2 മിനിറ്റ് 2 മിനിറ്റുകൾ മാത്രം. ഏകദേശം എൻ്റെ മസാല ഏകദേശം പ്രോൺസ് ഇടാനുള്ള ഇതായി. അല്പം അതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർക്കണം. കുരുമുളക് പൊടിയല്ലേ? കൂടുതലല്ല, അല്പം കുരുമുളക് പൊടി. അപ്പോൾ നമ്മൾ കുരുമുളക് വാങ്ങിച്ച് നമ്മൾ ഇവിടെ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. പൊടിയായിട്ട് നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. ആ ചെമ്മീനിടാൻ നേരെ ഇരിക്കുന്നു. അതിലേക്ക് ചെമ്മീൻ ഇടാൻ പോവുകയാണ്. ചെമ്മീനുണ്ട്, ചെമ്മീനിട്ടു. ഓൾറെഡി ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട്. ആ ഒരു ആവിപ്പോഴേ ആ മസാലയുടെ മണം എനിക്ക് മോന്തയ്ക്ക് അടിക്കുന്നുണ്ട്. ശരിക്കും ഇളക്കി മസാല ഒന്ന് പുരട്ടി നിൽക്കുന്ന ആ രൂപത്തിൽ അങ്ങ് നിർത്തുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയില പൊത്തി വെച്ചിട്ടുണ്ട്. ഒരു വാഴയില പൊത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാഴയിലയുടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതും കൂടെ അതിലേക്ക് ആഡ് വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് സാധാരണ നമ്മൾ പാത്രം വെച്ചിട്ടല്ലേ? മാത്രമല്ല, ഇതൊരു വാഴയില വെച്ച് ശരിക്കും മറ്റേ മെത്തി ഇത് എന്താ പറയുക, പുറം കവിയുന്ന രീതിയിൽ തന്നെ മൂടി വയ്ക്കുന്ന രീതിയിലല്ലേ. ഇത് വാഴയിലയുടെ എന്താ പറയുക, ആ ഒരു ഫ്ലേവറൊക്കെ ശരിക്കും ഇങ്ങനെ ചെമ്മീനിലും ബാക്കി ആ ഒരു മസാലയൊക്കെ ഇങ്ങനെ ശരി പിടിക്കുമ്പോൾ ടേസ്റ്റ് മാറും. നമുക്ക് ആ ഒരു എന്താ പറയുക, നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറായി മാറും. അല്ലേ തന്നെ ചെമ്മീനൊക്കെ അവിടെ ഇഷ്ടമാണ്. ചെമ്മീനെ സഹിക്കാൻ പറ്റുന്ന സാധനമല്ല, അതേ സഹിക്കാൻ പറ്റുന്ന സാധനമല്ല. വാഴയില കൂടെ വന്നു കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് നോക്കാം. അല്ല തന്നെ ചെമ്മീൻ നമുക്കൊരു രക്ഷയില്ലാത്ത ഇഷ്ടവും രുചിയും എല്ലാം ഇവിടെ ആണ്.